വയനാട് അമരക്കുനിയെ വിറപ്പിക്കുന്ന കടുവയെ തിരഞ്ഞ് കുങ്കിയാനകൾ. വിക്രം അമരക്കുനിയിലെത്തി. പരിക്കേറ്റ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. അരുൺ സഖറിയയും സംഘവും ദൗത്യത്തിനുണ്ട്. കുങ്കിയാനെ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നമ്മൾ നടത്തും. കാരണം നമുക്ക് കാൽനടയായിട്ട് നേരിട്ട് പോയി പരിശോധിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ആനയെ ഉപയോഗിച്ചിട്ടുള്ള സെർച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലത്തെ ഈ പറയുന്ന ഫിസിക്കൽ സാന്നിധ്യം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസോ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ 3 സംഘമായിട്ട് ഒരു സംഘം നമ്മൾ കന്നാരമൂഴിയുടെ ഭാഗത്തും ഒരു സംഘം CMO 73 കോളനിയുടെ ഭാഗത്തും പിന്നെ ഡോക്ടറിന്റെ സംഘം ഇത് കടുവ പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങളും ഈ പറയുന്ന ഒഴിഞ്ഞ തോട്ടങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇവിടെ ഒന്നും തന്നെ ഈ പറയുന്ന നേരിട്ടോ അല്ലാതെയുള്ള സാന്നിധ്യം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക തന്നെയാണ്. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട്ടങ്ങളിലുണ്ട്. കാപ്പി വിളവെടുപ്പിൻ്റെ സമയമാണ്, കുരുമുളക് വിളവെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ആളുകൾക്ക് എങ്ങോട്ടും ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ക്ഷീരകർഷകർ ധാരാളമുള്ള പ്രശ്നമാണ്. റബ്ബർ ടാപ്പിംഗ് ഉണ്ട്. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവന് ഭീഷണി നേരിടുന്ന തരത്തിൽ വലിയൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ വളരെ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അവരിത് പിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇവിടെ ഇത് ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. കമൽ, കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, കടുവയെ പിടികൂടാൻ ഊർജിത ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. രാവിലെ മുതൽ ദൗത്യസംഘം 3 സംഘങ്ങളായി തിരച്ചിൽ നടത്തി. പക്ഷേ എവിടെയും കടുവയെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരച്ചിലിന് സഹായിക്കാനായി കുങ്കിയാനകളെ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം എത്തിയിരിക്കുന്നത് കുങ്കിയാനയായ വിക്രമാണ്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നാണ് വിക്രമിനെ ഇങ്ങോട്ട് എത്തിച്ചത്. അല്പസമയത്തിനകം കോന്നി സുരേന്ദ്രൻ കൂടി എത്തും. 2 ആനകളെയും ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും കടുവ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുമൊക്കെയാണ് കുങ്കിയാനകളെ ഉപയോഗിക്കുക. ഇതോടൊപ്പം തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനും വനംവകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ തന്നെ 23 ക്യാമറ ട്രാപ്പുകളും 3 AI ക്യാമറകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 9-ാം തീയതിക്ക് ശേഷം കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി. ശരി കമൽ, എന്തായാലും കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കമൽ